സലവ, എന്താണ് തന്റെ തീരുമാനം? സാറേ, ഈ വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ സ്വർഗം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ജനിച്ചു വീണ സാഹചര്യങ്ങളാണ് നയനെ ഇങ്ങനെ ആക്കിയെന്ന് പറയുമ്പോഴും അനുഭവങ്ങളുടെ ഭാണ്ഡവും പേറി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് മുന്നേ തന്നെ മുൻവിധിയോടെ ചെറുത്തു നിൽക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. സാഹചര്യങ്ങൾ മാറുമെന്ന് മനസ്സിലാക്കാൻ ആരും തയ്യാറാവുന്നില്ല. 498 പോലെയുള്ള നിയമങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ മുകളിൽ ചുമത്തുമ്പോൾ അവിടെ ഒരു അമ്മയും പെങ്ങളുണ്ടെന്ന് മറക്കരുത്. സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന നിയമവും വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടുവരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു. വിവാഹ സമയത്ത് പിതൃസ്വത്ത് കേസ് വരുമ്പോൾ സ്ത്രീധനമായി മാറും. തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾക്കായി നിൽക്കുന്നു. ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണെന്ന് പരസ്യമായി പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന പലരും ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുന്നു. കല്യാണശേഷം പുരുഷന്റെ പേരിലുള്ള വീട് അവകാശപ്പെടാവുന്നതാണ്. ഡിവോഴ്സിന് ശേഷം ഭർത്താവായിരുന്ന പുരുഷന്റെ സ്വത്തിന്റെ 50% ഭാര്യയായിരുന്ന സ്ത്രീക്ക്. മന്ത്ലി മെയിൻ്റനൻസ് ആയി പുരുഷന്റെ ശമ്പളത്തിന്റെ 25% വരും. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ട്? പലപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രമാണ്. ഇതാണ് തുല്യനീതി. വിവാഹമോചനം നേടിയവരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ 45,000 സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന്മാരുടേത് ഇരട്ടിയിലധികമാണ്. കൃത്യമായി എണ്ണമിട്ട് പറഞ്ഞാൽ 1,18,979. കാലം മാറിയതറിയാതെ ഇരുട്ടിൽ തപ്പുന്ന നിയമവും നീതി ദേവതയും അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രശ്നം. സ്വപ്നം കാണുന്ന ജീവിതം ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അത് മറ്റൊരാളുടെ സ്വപ്നങ്ങളെ തകർത്തുകൊണ്ടാവരുത്. ആഗ്രഹങ്ങൾക്ക് വേണ്ടി പോരാടണം. പക്ഷെ ആ പോരാട്ടം എവിടെ തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം. നയന ഇപ്പൊ കാണിച്ച ഈ ധൈര്യം കുറച്ച് നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ എന്റെ കൂടെയുള്ളവർ കൂടി വിഷമിക്കില്ലായിരുന്നു. നയനയുടെയും സുഹാനയുടെയും ജീവിതത്തിൽ സഹദേവൻ വേണ്ടെന്ന് ഇവർ തീരുമാനിച്ച പോലെ ഇനി എന്റെ ജീവിതത്തിൽ തന്റെ ആവശ്യം. അതുപോലെ എന്റെ പേരിലുള്ള 3 കേസുകളും പിൻവലിക്കണം. എനിക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഡിവോഴ്സ് അംഗീകരിക്കണമെന്ന് കോടതിയോട് അപേക്ഷിക്കുന്നു. If that is the case, both parties can file a joint petition for divorce. Sir. ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു കേസ് ഏറ്റെടുത്ത് തെറ്റായി പോയെന്ന് തോന്നുന്നത്. ഞാനൊരു അഡ്വക്കേറ്റ് മാത്രമല്ല, ഒരു മകന്റെ അച്ഛനും കൂടിയാണ്.